വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗൈസ്. ഇപ്പോൾ എൻ്റെ കൂടെ മമ്മയും കുഞ്ഞാറ്റിയും പൈങ്കിളി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മീനങ്ങാടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിരുന്നു നമ്മൾ മീനങ്ങാടിക്ക് പോയിട്ട്. അപ്പോൾ നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള ബസ്സൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ബസ്സേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് ഇഷ്ടം പോലെ ബസ്സായിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ പോകാൻ വേണ്ടി വന്നത് കൊണ്ട് തന്നെ ഒറ്റ ബസ് കാണുന്നില്ല. അപ്പം നമ്മുടെ തൊട്ടടുത്ത ഒരു കടയാണ്. അപ്പോൾ കടയിലെ ചേട്ടൻ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയാണ് കേട്ടോ ടൈം. നമ്മുടെ ഷോപ്പെല്ലാം ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുഞ്ഞാറ്റ പങ്കൻ, നിങ്ങൾക്ക് അറിയാമല്ലോ, എവിടെയെങ്കിലും പോയാൽ ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പം നമ്മൾ ആ മിഠായി ഭരണിയിലേക്ക് കൈ എത്തിക്കുകയാണ്. പക്ഷേ നമ്മുടെ കൈ എന്ത് ചെയ്താൽ അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ ലുട്ടാപ്പീനെയാണ് കേട്ടോ. നമ്മുടെ ലഡുവിൻ്റെ ഭരണിയിൽ നിന്ന് കൈയിട്ട ലുട്ടാപ്പിക്ക് മായാവി കൊടുത്ത പണിയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ പൈങ്കിളിയും മമ്മയും ഫ്രണ്ട് സീറ്റിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും കുഞ്ഞാറ്റിയും ഈ ഡോർ സീറ്റിൻ്റെ തൊട്ടു ബാക്കിലുള്ള സീറ്റിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും നമ്മുടെ മുടി ഇങ്ങനെ പറക്കുന്നേ ഇല്ല കേട്ടോ. ബിഗ് അവസ്ഥയാണ് ഗൈസ്. അപ്പം ഓട്ടോയിലും ബസ്സിലൊക്കെ കയറിയ ഇതാണ് കേട്ടോ അവസ്ഥ. എത്ര നമ്മളെ മുടി നന്നാക്കി വെച്ചാലും ഒരൊറ്റ സെക്കൻഡ് മതി നമ്മുടെ മുടി ഇങ്ങനെ ചപ്പരയായി പറന്നു പോവാൻ. അപ്പം ഞാനും കുഞ്ഞേറ്റിയും ഞങ്ങളുടെ കോലം കണ്ട് ചിരിയാണ് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം മീനങ്ങാടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ എൻ്റെ മുടിയാണ് എങ്ങനെയൊക്കെയാണ് റെഡിയാക്കിയത്. അല്ലെങ്കിലേ ഇന്ന് നമ്മുടെ മുടി മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ മുടി കറക്റ്റ് സെറ്റായിരിക്കും. എവിടെയെങ്കിലും പോവാന്ന് അറിയുമ്പോഴേക്കും നമ്മുടെ മുടിക്ക് ഇല്ലാത്ത വൃത്തികെട്ട എല്ലാ സ്വഭാവം ഉണ്ടാവും. അപ്പം ഞാനും കുഞ്ഞറ്റിയും പൈങ്കിളിയും നമ്മുടെ മുടിയൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഗായ്സ്. ഇപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡ് നിങ്ങളാരും കണ്ടില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയിലാണ് കേട്ടോ. നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് നേരെയാണ് നമ്മുടെ ബസ്സെല്ലാം പാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരുപാട് ഷോപ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ തണൽ മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ തണൽ മരങ്ങൾ കാണുമ്പം എനിക്ക് അവരോട് സത്യം പറഞ്ഞാൽ സ്നേഹമാണ് വരുന്നത്. ആരിത് ചെയ്താലും നല്ലൊരു പ്രവൃത്തിയാണ്. അത്രയും വേനൽക്കാലമാണല്ലോ, നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അത്രയും വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കയ്യിൽ കുടയുണ്ട്, സൺസ്ക്രീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ആർക്കും സഹിക്കാൻ പറ്റാത്ത വെയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ വെയിൽ. അപ്പോൾ ഈ മരങ്ങളോട് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളൊരു 5-10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്തു. നമുക്കിനി നേരെ നടക്കാം. അപ്പോൾ നമ്മുടെ മമ്മയും കുഞ്ഞാറ്റിയാണ് നമ്മുടെ ഫ്രണ്ടിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല വെയിലാണ്. കുടയും കൂടി എടുത്തില്ലായിരുന്നെങ്കിൽ അടിപൊളിയായേനെ ഗായ്സ്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ സപ്ലൈകോയിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ മീനങ്ങാടി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മമ്മയും കുഞ്ഞാറ്റിയും എല്ലാവരും ദേ നടക്കുന്നുണ്ട്. ഉച്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലായിരുന്നു ഗായ്സ്. അപ്പം സപ്ലൈകോയിൽ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സപ്ലൈകോയിൽ വിലക്കുറവുണ്ടെന്നാണല്ലോ പറയുന്നത്. അത്രയും വലിയ വിലക്കുറവൊന്നും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ ഈ പയറ് വർഗ്ഗങ്ങളില്ലേ, അതിന് അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് കേട്ടോ. കടയിൽ 90 അതുപോലെ 100 ഒക്കെ വരും. പക്ഷെ നമ്മുടെ സപ്ലൈകോയിൽ ഒരു 46-50 ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഒരു ചായപ്പൊടി എല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ചായപ്പൊടീൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ. എത്ര പൊടി ഇട്ടാലും ചായ ആണെന്ന് തോന്നുകയില്ല. അപ്പോൾ നമ്മൾ ടോപ്പ് റാമൻ്റെ ഒരു നൂഡിൽസ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈങ്കിളി അവിടെ നിന്ന് അത് എടുക്കുന്നുമുണ്ട് കേട്ടോ. വലിയ പാക്കല്ല, ചെറിയ 10ൻ്റെ 3 പാക്കാണ് നമ്മൾ എടുക്കുന്നത്. 10 റുപ്പീസാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ ഓരോന്നിൻ്റെയും പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ബില്ല് കറക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ നമുക്കറിയാലോ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന്. അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത സാധനങ്ങളെല്ലാം ബില്ലാക്കി വന്നപ്പോഴാണ് ഗായ്സ് നമ്മൾ കൂട്ടിയതിനെക്കാട്ടും എക്സ്ട്രാ ബില്ല് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ എടുത്തതിനെക്കാട്ടും കൂടുതൽ വിലയാണ് എല്ലാ സാധനങ്ങൾക്കും. അത്യാവശ്യം ഒരു 3-4 ഐറ്റത്തിന് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോയി കണ്ടുപിടിച്ച് എല്ലാം മാറ്റി ബാക്കി നമ്മുടെ 166 രൂപ തിരിച്ചിങ്ങോട്ട് വാങ്ങി. വെറുതെ എന്തിനാണ് അവർക്ക് 166 രൂപ നമ്മൾ ചെക്ക് ചെയ്യാതെ അങ്ങോട്ട് കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിയ സാധനങ്ങളുടെ വിലയും കയ്യിലുള്ള ബില്ലും എല്ലാം ചെക്ക് ചെയ്ത് വേണം നിങ്ങൾ പൈസ കൊടുക്കാൻ.
കൊടുത്തു കഴിഞ്ഞ പാടെ സാധനങ്ങൾ വാങ്ങിയ പാടെ ചിലരുണ്ട് വേഗം ബാലൻസ് വാങ്ങി വീട്ടിൽ പോവും. അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കറക്റ്റായി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. സപ്ലൈകോന്ന് ഇത്രയും പറ്റിക്കലാണെങ്കിൽ പുറത്തുള്ള കടകളിൽ എന്തായിരിക്കും എന്ന് ഓർത്താൽ പോരെ. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. 1 രൂപ പോലും നമുക്ക് വെറുതെ എവിടെ നിന്നും കിട്ടില്ല. നമ്മുടെ അധ്വാനത്തിൻ്റെ പൈസയാണ് ഓരോ 50 പൈസയും, ഓരോ 1 രൂപകളും. 1 രൂപേൻ്റെ വില തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. വാങ്ങുന്ന സാധനങ്ങൾക്ക് ബില്ലും അതുപോലെ പ്രൈസും ചെക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഗായ്സ്? അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ നിങ്ങൾക്ക് അറിയോ? ഇതിൻ്റെ പേരാണ് ടർണിപ്പ് ക്യാബേജ്. അപ്പം നമ്മൾ ഇതും വാങ്ങിയിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ? അപ്പം നമ്മൾ പാവയ്ക്ക, വെണ്ടയ്ക്ക, നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, ലെമൺ, പച്ചമുളക്, തക്കാളി അങ്ങനെയുള്ള എല്ലാ പച്ചക്കറി ഐറ്റംസും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ച മാങ്ങയും കൂടെ വാങ്ങി. നമ്മുടെ പൈങ്കിളി ഇതാ ഇപ്പോഴേ അത് കടിച്ച് തിന്നാൻ പോവാണ് കേട്ടോ. മാങ്ങ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ വാങ്ങണ്ട, പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ പച്ചക്കറിക്കടേൻ്റെ മുമ്പിലിരുന്ന് കുറച്ച് ഷോയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞാറ്റിയും അമ്മയും പോയിട്ടിപ്പം നെല്ലിക്കയും ചെറിയുള്ളിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളത് പൈങ്കിളിൻ്റെ ബാഗിലേക്ക് വെക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഞാനും പങ്കിനോടെ വെയിറ്റ് ചെയ്യാണ് മമ്മയ്ക്കും കുഞ്ഞാറ്റിക്കും വേണ്ടി. അവർ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ഉണക്കമീനെല്ലാം വാങ്ങാൻ വേണ്ടി പോയ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ വെയിലിന് ഒരു കുറവുമില്ല. നമ്മുടെ കയ്യിൽ പങ്കൻ്റെ കയ്യിൽ നല്ല മൂപ്പൻ വടിയൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നല്ല ചൂടാണ്. അപ്പം നമുക്കൊരു മാ കുടിച്ചാലോ? അപ്പം നമ്മളെല്ലാവരും മാ കുടിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ മമ്മേൻ്റെ കയ്യിൽ മാത്രം മായല്ല കേട്ടോ. ഞാൻ നോക്കട്ടെ അതിൻ്റെ പേരെന്താന്ന്. അപ്പം നമ്മുടെ 3ൻ്റെയും കയ്യിൽ മായും നമ്മുടെ മമ്മേൻ്റെ കയ്യിൽ വേറൊരു ഐറ്റമാണ് കേട്ടോ. അപ്പം നമ്മുടെ മായ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആണ്. അപ്പം നമുക്ക് വേഗം നമ്മുടെ മാ കഴിക്കാം. മായാണെങ്കിൽ എന്നെ കഴിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഗായ്സ്. ഇപ്പം നമ്മുടെ മമ്മേൻ്റെ കയ്യിലുള്ള മാംഗോ ജ്യൂസിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കത് ഒരുപാട് ഫേവറേറ്റായി. നമ്മുടെ മായിനെക്കാട്ടും സൂപ്പർ കൂളായിട്ട് തോന്നി കേട്ടോ. അപ്പം നമ്മളെല്ലാവരും മായെല്ലാം കഴിച്ചു. നമ്മുടെ മായിൻ്റെ കവർ നമ്മുടെ ഷോപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ ശ്രീ ഗണേഷ് ബസ് ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഓടിച്ചാടി നമ്മുടെ ബസ്സിൽ കയറാം. അപ്പോൾ ഇന്നത്തെ അലച്ചിൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് വീട്ടിലെത്തിയാൽ മാത്രം മതി. അപ്പം നമ്മളിനി നേരെ ഓട്ടോയിൽ കയറി വീട്ടിൽ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ബില്ലിൻ്റെ കാര്യം ആരും മറന്നു പോകണ്ട കേട്ടോ.